ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബിഎച്ച് ഹോം. ഇന്ന് ഞാൻ നല്ലൊരു വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈസി ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും. 3 ടേബിൾ സ്പൂൺ ഓട്സാണ്, ഇൻസ്റ്റൻറ്റ് ഓട്സ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇത് കുതിർത്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ. ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കരുത്. റോ ഓട്സ് ഇല്ല, ഇതിൽ വലിയ അരികളോട് കൂടിയ റോ ഓട്സ് ഉപയോഗിക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതായതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിയാ സീഡിൽ ഒരുപാട് ഓട്സിലും ചിയാ സീഡിലൊക്കെ ഒരുപാട് ഫൈബർ കണ്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ, ഭക്ഷണം ദഹിക്കുന്നതിനൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുതന്നെയല്ല, ചിയാ സീഡിലാണെങ്കിൽ കൊളസ്ട്രോൾ, ഷുഗർ ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കലക്കി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതങ്ങ് കുതിർന്ന് കിട്ടും. എന്നിട്ട് അത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ലതുപോലെ എന്തോ ഒത്തിരി ആഹാരം കഴിച്ച പോലെ ഒരു ഫീൽ വരും. അപ്പം നമ്മൾ ഒരുപാട് ആഹാരമൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും ഒമേഗ 3 ഒക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് ഈ ചിയാ സീഡ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് ലോ ഫാറ്റ് മിൽക്ക് തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ പോയത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു അടപ്പച്ചടച്ച് ഒരു 12 മുതൽ 15 മിനിറ്റ് സമയം ഇതൊന്ന് കുതിർന്നെടുക്കാനായിട്ട് നമുക്ക് വെക്കാം, ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ലോ ഫാറ്റ് മിൽക്ക് ഇല്ല എങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് മിൽക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ബദാം മിൽക്ക്, സോയ മിൽക്ക് പോലുള്ള ഏതെങ്കിലും മിൽക്കുകൾ യൂസ് ചെയ്യാം. ഫുൾ ഫാറ്റ് ഉള്ള മിൽക്കുകൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ചിയാ സീഡും നമ്മുടെ ഓട്സും ഒക്കെ കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ബനാനയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒത്തിരി മധുരം ഇല്ലാത്ത നല്ല പഴുത്ത ബനാന ഉപയോഗിക്കുക. നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ, സ്ട്രോബെറി, ബ്ലൂബെറി പോലെയുള്ള പഴങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് മധുരമുള്ള പഴങ്ങൾ അവോയ്ഡ് ചെയ്യുക. മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മധുരമുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പ്രോട്ടീൻ ആവശ്യമായിട്ട് ഏതെങ്കിലും ഒരു ഡ്രൈ നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പിസ്തയാണ് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇരിക്കുന്ന ഏത് ഡ്രൈ നട്ട്സ് ആണെങ്കിലും ഉപയോഗിക്കാം. വാൾനട്ട്, കാഷ്യൂനട്ട്, ബദാം പോലുള്ളത് ഒരു 4-5 എണ്ണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മധുരം ഇതിലൊട്ടും ഉപയോഗിക്കുന്നില്ല. അത്യാവശ്യം മധുരം വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം തേൻ ചേർത്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല വീഡിയോ മറ്റേ കാണുന്നേരം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.